എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമുക്ക് പുതിയൊരു തുടക്കം കൂടിയാണ്. നമ്മൾ ലക്ഷദ്വീപിനും നമ്മൾ കൊറിയർ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ നമുക്ക് ലക്ഷദ്വീപിൽ നിന്ന് ഓർഡർ ചെയ്താലും നമ്മുടെ പ്രോഡക്റ്റുകൾ അവിടെ എത്തിച്ചേരുന്നതാണ്. എനിക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നതായിരുന്നു, ലക്ഷദ്വീപിന് ഡെലിവറി ഉണ്ടോ എന്ന് ചോദിച്ച്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിലൊക്കെ പോസ്റ്റ് ഓഫീസിൽ ചോദിച്ചപ്പം അവിടെ ലക്ഷദ്വീപിന് ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ ഓർഡർ പ്ലേസ് ചെയ്തത്. ഈ ആദ്യം കാണിക്കുന്ന ഈ പ്രൊഡക്റ്റുകളെല്ലാം നമുക്ക് ആലപ്പുഴയ്ക്ക് ഡെലിവറി ഉണ്ടായിരുന്നതാണ്. ജാസ്മിൻ ബഡ്സിൻ്റെ ഒരു പാക്കറ്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത് വരുന്നത് പോളൻ്റെ ഒരു ബഞ്ച് ഗോൾഡൻ കളറായിരുന്നു കസ്റ്റമൈസ് ചെയ്ത്, അതുകൊണ്ട് ഗോൾഡൻ കളറാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ളവർക്ക് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി വരുന്നതാണ്. അടുത്ത പ്രോഡക്റ്റ് വരുന്നത് ഇതുപോലത്തെ ഒരു ഗ്രീൻ ടേപ്പാണ്. ഗ്രീൻ ടേപ്പൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രോഡക്റ്റ് ആണല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് ഇത് സിംഗിളായിട്ടും അതിനെയും ബൾക്കായിട്ട് വേണേൽ ബൾക്കായിട്ടും നമ്മൾ ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ്. അടുത്തത് വരുന്നത് ക്യാൻവാസ് ഷീറ്റ് അല്ലെങ്കിൽ സ്ട്രിഫ് എന്നൊക്കെ പറയുന്ന പ്രൊഡക്റ്റാണ്. ഇത് നമ്മൾ മീറ്റർ ബേസ് ആയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഈ പ്രാവശ്യത്തെ ഓർഡറിന് 1 മീറ്ററായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. അടുത്തത് വരുന്നത് നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് വരുന്ന ഒരു ഐറ്റമാണ് ഗിൽറ്റർ ട്യൂബ്. ഗിൽറ്റർ ട്യൂബ് നമുക്ക് 1 മീറ്ററായിട്ടും അതുപോലെ തന്നെ 1/2 മീറ്ററായിട്ടും നമുക്ക് പർച്ചേസ് വരുന്നുണ്ട്. 1/2 മീറ്റർ എന്ന് പറയുമ്പം കുറഞ്ഞതൊരു 3 കളറെങ്കിലും എടുക്കുവാണെങ്കിൽ, അതായത് 3 മീറ്ററെങ്കിലും എടുക്കുവാണെങ്കിൽ മാത്രമേ നമ്മൾ 1/2 മീറ്ററായിട്ട് കൊടുക്കത്തുള്ളൂ. ഇപ്പം 3 മീറ്റർ എടുക്കുവാണെങ്കിൽ ഇതുപോലെ 6 കളേഴ്സായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അടുത്തത് വരുന്നത് ഇതുപോലത്തെ ഫോം ഷീറ്റാണ്. ഗിൽറ്റർ ഫോം ഷീറ്റായിരുന്നു ഈ പ്രാവശ്യം ഓർഡർ ഉണ്ടായിരുന്നത്. അതൊരു പാക്കറ്റിൽ 10 ഡിഫറെൻറ്റ് കളേഴ്സ് ഓരോ പീസ് വീതമാണ് വരുന്നത്. ഇതൊക്കെ വെച്ചാണെങ്കിലും നമുക്കിപ്പം ഹെയർ ആക്സസറീസൊക്കെ ചെയ്യാൻ നല്ലൊരു പ്രോഡക്റ്റാണിത് വരുന്നത്. നമുക്ക് സിമ്പിൾ വർക്കുകളായിട്ട് ചെയ്യാനും സാധിക്കും. ഇനിയുള്ള പ്രൊഡക്റ്റുകളെല്ലാം നമുക്ക് ലക്ഷദ്വീപിലേക്ക് ഡെലിവറി ഉണ്ടായിരുന്ന കിറ്റിനകത്ത് വരുന്നതാണ്. ഇതുപോലത്തെ സാറ്റിൻ റോസ് ഫ്ലവേഴ്സാണ്. ഈ 4 കളേഴ്സായിരുന്നു ഈ ഓർഡറിലുണ്ടായിരുന്നത്. നമുക്കിതിൻ്റെ ഒത്തിരി വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇത് ലക്ഷദ്വീപിലേക്ക് ഉണ്ടായിരുന്ന ഗിൽറ്റർ ട്യൂബിൻ്റെ കളക്ഷൻസാണ്. ഇത് 4 മീറ്ററായിരുന്നു അവർ ഓർഡർ ചെയ്തിരുന്നത്. നമ്മൾ വെറൈറ്റി കളേഴ്സായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും ഇതുപോലെ വെറൈറ്റി കളേഴ്സായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ കളേഴ്സ് എല്ലാം നമുക്കിപ്പോൾ സ്റ്റോക്കുള്ള കളേഴ്സാണ്. ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ഗിൽറ്റർ ട്യൂബും നമുക്ക് സ്റ്റോക്കുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. ഇത് പിന്നെ നമുക്ക് സ്ഥിരം ഓർഡറുള്ള ഒരു പ്രോഡക്റ്റാണ് വയർ ബോസ് വരുന്നത്. ഈ പ്രാവശ്യത്തെ ഓർഡറിനകത്ത് 2 സെറ്റ് വയർ ബോ ആയിരുന്നു വരുന്നത്. അതായത് 24 പീസ്. ഒരു സെറ്റ് വരുന്നത് 12 പീസാണ്, ഒരു ഡസന്. അതുപോലത്തെ 2 ഡസനായിരുന്നു നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. പിന്നെ വരുന്നത് സാറ്റിൻ കവർ ചെയ്ത ഹെയർ ബാൻഡ്സ് ആണ്. അത് നമുക്ക് ഇത്രയും വെറൈറ്റി കളേഴ്സാണ് ഉള്ളത്. അത് കസ്റ്റമർ ഓർഡർ തന്ന അനുസരിച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാക്കും വൈറ്റും 5 പീസ് വീതവും നമ്മൾ അഡീഷണലായിട്ട് ഓർഡർ ഉണ്ടായിരുന്നു. അതും കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നുള്ളത് നമുക്ക് എപ്പോഴും നമുക്ക് ഓർഡർ വരുന്ന നമ്മുടെ ബീഡ്സിൻ്റെ കളക്ഷൻസാണ്. ഇത് വൈറ്റ് ബീഡും അതുപോലെ തന്നെ കളർ ബീഡും ആണ് ഓർഡർ ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് കസ്റ്റമേഴ്സ് നമുക്ക് കളർ പറയുന്നതനുസരിച്ചോ അല്ലെങ്കിൽ ഇത്ര കളേഴ്സ് വേണമെന്ന് പറയുന്നതനുസരിച്ചും നമ്മൾ ഓർഡർ എടുക്കുന്നതാണ്. പിന്നെ വരുന്നത് എൻഡ് ബീഡാണ്. എൻഡ് ബീഡ് 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റായിട്ടായിരുന്നു കസ്റ്റമർ ചോദിച്ചിരുന്നത്. അതുകൊണ്ട് 10 ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്ന ഗ്ലൂ ആണ്. ഗ്ലൂ നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ പറയുന്നത് B7000 തന്നെയാണ്. അതിൻ്റെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന അനുസരിച്ചാണ് നമ്മൾ ML എടുക്കുന്നത്. ഇപ്പോൾ 25 ml ഒരു പാക്കറ്റായിരുന്നു. പിന്നെ അടുത്ത വരുന്ന പ്രോഡക്റ്റാണ് ലെറ്റർ ബീഡ്സ്. ലെറ്റർ ബീഡ്സ് നമുക്ക് 10 ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടായിരിക്കും വരുന്നത്. ഒരു പാക്കറ്റിൽ ഒരു ലെറ്റർ 2 എണ്ണം വീതമായിരിക്കും വരുന്നത്. അത് ഒന്നും കൂടെ എടുത്ത് പറയുന്നു, ഒരു പാക്കറ്റിൽ 2 എണ്ണം വീതമായിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് ഓർഡറെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് ആ ഫോട്ടോ അയച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞു, പാക്ക് ചെയ്തില്ല, ഫോട്ടോ അയച്ചു കൊടുത്ത സമയത്ത് കസ്റ്റമർ പറഞ്ഞു കുറച്ച് പ്രോഡക്റ്റും കൂടെ ആഡ് ചെയ്യാമോ, ഞാൻ ഫണ്ട് ഗൂഗിൾ പേ ചെയ്ത് തരാം എന്ന് പറഞ്ഞ് ആഡ് ചെയ്യിച്ച കുറച്ച് പ്രോഡക്റ്റുകളാണിത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു നമുക്ക് ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ചെന്നേ പാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതുപോലെ നമ്മൾ പാക്ക് ചെയ്തിട്ട്, അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിനകത്ത് പാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അല്ലാതെ പാക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് അയക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് രണ്ടുമായിരുന്നു നമുക്ക് കഴിഞ്ഞ ദിവസം ഓർഡർ ഉണ്ടായിരുന്നത്. ഒരു പ്രോഡക്റ്റ് ലക്ഷദ്വീപിലേക്കും ഒരു പ്രോഡക്റ്റ് ആലപ്പുഴയിലേക്കുമായിരുന്നു. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.